കുറേ ആൾക്കാർക്ക് എഴുതിയിട്ട് സമയം എത്തിയില്ല, പക്ഷേ എഴുതിയ പോയിന്റ് ചിന്തിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷേ കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതി, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി. ഈ 10 മിനിറ്റ് മതി യഥാർത്ഥത്തിൽ നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലോട്ട് വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാനുള്ള ടൈം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി UPSC ആസ്പിറൻസ് എന്താ ചെയ്യുക? ദേ വിൽ ഫോക്കസ് മോർ ഓൺ റീഡിങ്. പക്ഷെ എഴുത്തുന്നതിൽ ഫോക്കസ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് നോട്ട് എ റൈറ്റ് പ്രാക്ടീസ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ കേട്ടൊരു ടോപ്പിക്കിനെ നമ്മളൊരു ക്വസ്റ്റ്യൻസിലോട്ട് വരുന്ന സമയത്ത് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഹ്യൂജ് ഇമ്പാക്ട് ഇൻ അവർ തോട്ട് പ്രോസസ് ആൻഡ് ഹൗ വി ആർ ഗോയിങ് ടു റീപ്രൊഡ്യൂസ് ഇൻ ദ റൈറ്റിംഗ് സിസ്റ്റം. കുറേ ആൾക്കാർക്ക് എഴുതിയിട്ട് സമയം എത്തിയില്ല, പക്ഷേ എഴുതിയ പോയിന്റ് ചിന്തിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷേ തിങ്ക് ലൈക്ക്, നിങ്ങൾ ഇപ്പോൾ എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നോ? അതെനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ നിർത്തുമായിരുന്നു. ആ നിർത്താതെ എഴുത്തിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്ത ആകെ എത്ര മിനിറ്റാണ്? 10 മിനിറ്റ്. ഈ 10 മിനിറ്റിനല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ എഴുതണം എന്നുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കീപ് റൈറ്റിംഗ്. വട്ട് എവർ തിങ് യു ആർ ലേണിംഗ്, കീപ് റൈറ്റിംഗ്, കീപ് പ്രാക്ടീസിങ്. ഓക്കെ.